നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിലെ ഹൂതി വിമതർക്ക് മുന്നറിയിപ്പുമായി ചൈന. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പതിവായതിന് പിന്നാലെയാണ് ഇറാനെ ചൈന ഇക്കാര്യം അറിയിച്ചത്. വ്യാപാര കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിയന്ത്രിക്കാൻ ഹൂതികളോട് ഇറാൻ ആവശ്യപ്പെടണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തെ ഈ നീക്കം ബാധിച്ചേക്കാമെന്നാണ് ഇറാനിയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയും ഇറാനും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ബീജിംഗിലും ടെഹ്റാനിലും വെച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇത് എപ്പോൾ നടന്നുവെന്നോ ആരാണോ ഈ യോഗത്തിൽ പങ്കെടുത്തതെന്നോ ഉള്ള വിവരങ്ങൾ ഇരുകൂട്ടരും പുറത്തുവിട്ടിട്ടില്ല. തങ്ങളുടെ താൽപര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ബാധിച്ചാൽ അത് ഇറാനുമായുള്ള ബിസിനസ് പങ്കാളിത്തത്തെ മോശമായി ബാധിക്കുമെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ഹൂതികളോട് സംയമനം പാലിക്കാൻ ഇറാൻ ആവശ്യപ്പെടണമെന്നും ചൈന പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ മേഖലയിൽ വ്യാപാര കപ്പലുകളെ തുടർച്ചയായി ലക്ഷ്യമിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ചൈന. അടുത്തിടെ ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. ചൈനയുടെ ഏതെങ്കിലും കപ്പലുകൾ ആക്രമിക്കുകയോ രാജ്യ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്താൽ അത് ഇറാന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നും ചൈന അറിയിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഗൾഫ് ഓഫ് ഏദൻ കടക്കുന്ന US കപ്പൽ മെർസക് ഡിട്രോയിറ്റിന് നേരെ മിസൈൽ ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം 2 മണിയോടെയാണ് ഭീകരർ 3 മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി ഭീകരർ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് US ഉടമസ്ഥതയിലുള്ളതും കണ്ടെയ്നർ കപ്പലുമായ MV മെർസക് ഡിട്രോയിറ്റിന് നേരെ 3 കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടെന്ന് സെൻട്രൽ കമാൻഡ് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഒരു മിസൈൽ കടലിൽ പതിച്ചു. മറ്റ് 2 മിസൈലുകളും കപ്പലിലെ മിലൈൻ വിരുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നു. കപ്പലിന് പരിക്കുകളോ കേടുപാടുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം US-ഉം UK-യും അടുത്തിടെ യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തിയതായി സംയുക്ത പ്രസ്താവന ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ US-ന്റെയും UK-യുടെയും സംയുക്ത പ്രസ്താവന പ്രകാരം രാജ്യങ്ങൾ തിങ്കളാഴ്ച വിമതരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുകയും 8 സൈറ്റുകൾ ആക്രമിക്കുകയും ചെയ്തു. യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. 8 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ വ്യോമസേന വക്താവും അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ ആഴ്ചകളായി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി വരികയാണ്. ചെങ്കടൽ സുരക്ഷിതമാകും വരെ ആക്രമണം തുടരുമെന്നും അമേരിക്ക അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ചെങ്കടലിൽ ഒരു അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണ ശ്രമം നടത്തിയിരുന്നു. US കേന്ദ്രമായുള്ള ഈഗിൾ ബുൾക്ക് എന്ന കമ്പനിയുടെ ജിംബ്രാൾട്ടർ ഈഗിൾ എന്ന പേരുള്ള ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിന് ചെറിയ കേടുപാട് മാത്രമാണ് സംഭവിച്ചതെന്നും ആർക്ക് പരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. യുദ്ധക്കപ്പലിന് നേരെ അയച്ച മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിക്കും മുൻപ് തകർത്തതായും അമേരിക്ക വ്യക്തമാക്കി.